അച്യുത് കൈലാസ്. ഞാൻ അഡ്വക്കേറ്റാണ്. ഇവിടെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാണ് കേരളത്തിൽ. ഞാൻ ഇവിടെ എറണാകുളത്ത് ഒരു ഡോഗ് ട്രെയിനിങ് ക്ലബ്ബ് നടത്തുന്നുണ്ട്. ഒരു വർക്കിംഗ് ഡോഗ് ക്ലബ്ബാണ് കേരള വർക്കിംഗ് ഡോഗ് ക്ലബ്ബ്. കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ വർക്കിംഗ് ഡോഗ് ക്ലബ്ബാണെന്ന് തോന്നുന്നു. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ PSA ടൈറ്റിൽ വിന്നർ. ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരു ഡോഗ് സ്പോർട്സായ, ഇന്ത്യയിലെ ഏക ഡോഗ് സ്പോർട്സായ PSA എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷനിലാണ്. അതൊരു ഡോഗ് സ്പോർട്സാണ്. ഡോഗ് സ്പോർട്സ് എന്ന് പറയുന്ന ഐഡിയ ഇന്ത്യയിൽ വളരെ ഏലിയൻ ആണെങ്കിൽ പോലും, ഇപ്പോൾ അറിഞ്ഞു വരുന്നേ ഉള്ളെങ്കിൽ പോലും 2016 തൊട്ട് ഇന്ത്യയിൽ ഉള്ളൊരു ഡോഗ് സ്പോർട്സാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് നോർത്തിലോട്ടൊക്കെ അത്യാവശ്യം ഉണ്ട്, കേരളത്തിൽ കുറവാണ്, വളരെ കുറവാണ്. കേരളത്തിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളാണ് ആദ്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ആദ്യത്തെ ടൈറ്റിൽ കേരളത്തിൽ നിന്ന് അടിച്ചത് നമ്മുടെ ക്ലബ്ബിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ ഡോഗ് കാലിലായിരുന്നു അതിൻ്റെ അത് ആദ്യത്തെ PDC കിട്ടിയത്. PDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSA എന്ന് പറയുമ്പോൾ അത് 3 ലെവലും എൻട്രി ലെവലുമാണ്. എൻട്രി ലെവൽ PDC, പ്രൊട്ടക്ഷൻ ഡോഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതൊരു ടൈറ്റിലിനുപരി അതൊരു സർട്ടിഫിക്കറ്റാണ്. പിന്നെ വരുന്നത് PSA 1, PSA 2, PSA 3. ഇതിൽ ഓരോ ലെവലും PSA 1, 2, 3 ഓരോ ലെവലും 2 പ്രാവശ്യം ക്ലിയർ ചെയ്യണം. അതാണ് PSAയുടെ ഏറ്റവും വലിയ. ഒരേ ഡോഗിനെ 2 തവണ വിന്നറാണ്. ഒരേ ഡോഗിനെ ഓരോ ലെവലും 2 പ്രാവശ്യം ക്ലിയർ ചെയ്യണം. ഓരോ ലെവലിലും ഒബീഡിയൻസ് സിനാരിയോ ഉണ്ടാവും, ഓരോ ലെവലിലും പ്രൊട്ടക്ഷൻ സിനാരിയോസ് ഉണ്ടാവും. പ്രൊട്ടക്ഷൻ സിനാരിയോസിന്റെ ഇടയിലും ഡോഗ് ഒബീഡിയൻസ് ചെയ്യേണ്ടി വരും. അതാണ് PSA ഇത്രമാത്രം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വളരുന്ന ഡോഗ് സ്പോർട്സും മോസ്റ്റ് മോഡേൺ ഡോഗ് സ്പോർട്സുമാണ് PSA. ഇത് കാലൽ ന്യൂ ഹോം റോട്ടൻ സ്റ്റൂം എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള റോട്ടൻ സ്റ്റൂം കനലിലെ ന്യൂക്കിൻ്റെ സണ്ണാണ്. പിന്നെ ഒരു സ്പെഷ്യൽ ആണല്ലോ. അതെ, ഇവൻ്റെ ഇതെന്ന് വെച്ചാൽ കേരളത്തിലെ ഒരേ ഒരു PSAയിൽ ടൈറ്റിൽ ചെയ്ത ഒരു ഡോഗാണ്. PDC സർട്ടിഫൈഡ് ഡോഗാണ്. നമ്മുടെ നാട്ടിൽ കൂടെ ഒബീഡിയൻസ് ആണ് ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്. അവിടെയാണ് PDC ചെയ്തിട്ട് ഒരു ഡോഗ് ടൈറ്റിൽ അടിച്ച്. ഒരു വർക്കിംഗ് ഡോഗ് എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ് മാത്രമല്ല, പ്രൊട്ടക്ഷനും കൂടെ അതിൻ്റെ അകത്ത് വരും എന്ന ഒരു ആശയം ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലബ്ബിൽ തോന്നിയോണ്ടാണ് ഞങ്ങളെല്ലാവരും PSA എന്ന് പറഞ്ഞൊരു സ്പോർട്സ് തിരഞ്ഞെടുത്തത്. അതിൽ കേരളത്തിലെ ആദ്യത്തെ ഡോഗായിട്ട് ഇവന് മാറാൻ നമ്മുടെ തന്നെ ഡോഗായി. അതെ, അതിനൊരു ഭാഗ്യം ഉണ്ടായി. ഇവന്റെ ലൈൻസ് ഏതാണ്? ഇവൻ ഹോം റോട്ടൻ സ്റ്റൂം കെൻലി എന്നാണ് ഇവന്റെ ഫാദർ. US ഇമ്പോർട്ടാണ് എന്ന് പറഞ്ഞു. ഇവന്റെ മദർ പോയിസൺ ഐവി എന്ന് പറഞ്ഞ സീഗർ ഡി ആൽഫ വിൽബോയിനിയുടെ ഗ്രാൻഡ് ഡോട്ടറാണ്. റോണിന്റെ ഡോട്ടറാണ്. റോണിൻ ഇന്ത്യയിലെ ഐ തിങ്ക് മോസ്റ്റ് ഫേമസ് മാലിൻവ എന്ന് വേണമെങ്കിൽ പറയാം. ഇവന്റെ ഫാദർ, ഇവന്റെ ഗ്രാൻഡ് ഫാദേഴ്സ്, ഇവന്റെ മദർ എല്ലാം ടൈറ്റിൽ ഡോഗ്സ് ആണ്. നമ്മൾ ആ ലൈൻസിനാണ് പിക്ക് ചെയ്തത്. പിന്നെ ഇവന്റെ ഗ്രാൻഡ് ഫാദർ സീഗർ, ഗ്രാൻഡ് ഫാദറിന്റെ ഫാദർ സീഗർ ആക്ച്വലി ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ IGP പോയിട്ടുള്ള ഡോഗാണ്. അപ്പം അങ്ങനെ ഒരു സ്പെഷ്യൽ ആണ്. എന്തുകൊണ്ടും ആള് ലൈൻസ് കൊണ്ടും സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും ആള് സ്പെഷ്യൽ ആണ്. സ്വഭാവം കൊണ്ടാണ് ആളുടെ ഏജ് എത്രയാണ്? ഇവൻ ഇപ്പം 1 വയസ്സും 11 മാസം. 1 വയസ്സും 11 മാസം ആവുന്നുള്ളൂ. അതിന് തന്നെ ആള് പിൻ ചെയ്ത്. നമ്മുടെ ഇവിടെയുള്ള ഡോഗ്സിനെ എല്ലാം PDC കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഞങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലബ്ബിൽ എല്ലാ ഡോഗ്സിനെയും ടൈറ്റിൽ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതിനെപ്പോലെ തന്നെ ബാക്കി ഡോഗ്സും വരും വർഷങ്ങളിൽ ടൈറ്റിൽ ചെയ്യുന്നത്. നമ്മുടെ ആൻഡ് ക്ലബ്ബിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ഡോഗിൻ്റെ പേര് സീത. ബെൽജിയം മാലിനോവ എനിക്കപ്പെടുന്ന ഡോഗാണ്. ആളെ ഞാൻ എത്ര മാസമായി? 10 മാസം. വർക്ക് ചെയ്ത് ഇപ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് എത്ര നാളെ? അവളെ ഞാൻ 3 മാസം പ്രായമുള്ളപ്പോൾ എടുത്തതാണ് പുറത്തേക്ക്. ഇപ്പം ഒബീഡിയൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് നന്നായി ചെയ്യുന്നുണ്ട് അവള്. പിന്നെ പ്രൊഫഷണൽ ട്രെയിനർ ആണല്ലോ ശരിക്കും? അതെ, ട്രെയിനിങ് ആണോ പഠിച്ചത്? സഞ്ജയ് സാർ അടുത്തുനിന്നാണ്. ഓക്കെ. ഇവിടെ വന്നിട്ട് 10 മാസമായി. അപ്പോൾ ഇനിയിപ്പം ഇവിടെ കുറച്ച് ഹെയറി ടൈപ്പ് ആണല്ലേ? ഹെയറി ടൈപ്പാണ്. ആള് US ഇമ്പോർട്ട്. ബ്രീഡ് ആരാ? ദേവപുരാണി. ഓക്കെ. നോർത്തിലുള്ളതാണ്. ഫേമസ് ഡീകോയ് ഒക്കെയാണ്. ഓക്കെ. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല. ഗൂഗിൾ ചെയ്ത് നോക്കി ചിലപ്പോൾ അറിയായിരിക്കും. ഓക്കെ.
അപ്പോൾ US ഇമ്പോർട്ടാണ് ഫാദർ വരുന്നത്. ഓക്കെ. എങ്ങനെയുണ്ട് വർക്ക് ചെയ്യുമ്പോൾ നല്ലതായിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? നന്നായിട്ട് വർക്ക്. ഹായ്, എൻ്റെ പേര് മിഥു കൃഷ്ണ. ഞാനൊരു പ്രൊഫഷണൽ ഡോഗ് ട്രെയിനറാണ്. ഞാനിപ്പോൾ 1 വർഷത്തോളമായിട്ട് വർക്കിംഗ് ക്ലബിലുണ്ട്. ഓക്കെ. എവിടെ ട്രെയിനിങ് പഠിച്ചു എവിടുന്നായിരുന്നു? ട്രെയിനിങ് പഠിച്ചത് സുരക്ഷയൊക്കെയാണ്. സഞ്ജയ് സാറിന് അടുത്ത് വന്നു. ഓക്കെ. ഇവിടെ എല്ലാവരും സഞ്ജയ് സാറിന് സ്റ്റുഡൻസ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവൻ്റെ പേരെന്താ? ഇവൻ്റെ പേര് റാവൺ. രാവൺ. ഓക്കെ. KNBV ലൈൻ. ഓക്കെ. ഇപ്പോൾ എത്ര മാസം പ്രായമുണ്ട്? ഇപ്പോൾ 8 മാസം 8 മാസം പ്രായമായതേ ഉള്ളൂ. ഓക്കെ. എങ്ങനെയുണ്ട് വർക്കിംഗ് ഇപ്പോൾ ആളെങ്ങനെയുണ്ട്? അത്യാവശ്യം വർക്ക് ചെയ്യും. ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. അതൊക്കെ ഓക്കെ. ക്ലിയർ പപ്പിയല്ലേ, സെമി അഡൽറ്റ് അല്ലേ, അപ്പോൾ ആ ഒരു രീതി നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് കയറി വരും. ഓക്കെ. ആള് നല്ല ആക്റ്റീവ് ആണല്ലേ? ആളെ എവിടെ നിന്നായിരുന്നു എടുത്തത്? ഞാൻ ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയിൽ നിന്നാണ്. ഓക്കെ. ട്രെയിനറാണ് പുള്ളി, പ്രൊഫഷണൽ ട്രെയിനറാണ്. ഓക്കെ. എൻ്റെ ലൈൻസ് പറയുകയാണെങ്കിൽ ലൈൻസ് ഏതാണ്? യോറിക്കിൻ്റെയും സീയുടെയും കൂടി നന്നാണ്. ഓക്കെ. അപ്പോൾ ഇവനെ ഭാവിയിൽ PS ചെയ്യിക്കണമെന്നാണ് താല്പര്യം. അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ. ഏതാ ഹ്യൂമൻ അഗ്രഷൻ? ഇല്ല, അങ്ങനെയില്ല, കൺട്രോൾഡ് ആണ് അല്ലേ? ആവശ്യമുള്ളപ്പോൾ മാത്രം. ഓക്കെ. അപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രീഡ് ഏതാ? ഡച്ചപ്പേഡ് തന്നെയാണ്. എൻ്റെ ഒരു പ്രശ്നമാണ്. ആ ഞാനിപ്പോൾ പോലീസിൽ വർക്ക് ചെയ്യുന്നത്. ആ ഇത് എൻ്റെ ഡോഗാണ്. ആ പേര് കറ്റാന. ആ എനിക്ക് രണ്ട് ഡോഗുണ്ട്. ആ ഒന്ന് സ്റ്റോം. ഓക്കെ. അവനും ഇവളും രണ്ടും ഈ ക്ലബ്ബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആ പിന്നെ ഇവളുടെ ലൈൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലബിൻ്റെ തന്നെ പേരിൽ ഇറങ്ങിയൊരു ബ്രീഡാണ്. ഓക്കെ. മെയിൽ വരുന്നത് എഡ്ജ്. ഓക്കെ. വർക്കിംഗ് ക്ലബ്ബ് പറയുമ്പോൾ ആദ്യം പറഞ്ഞ അവന്റെ പേരാണ്, എഡ്ജിന്റെ പേരാണല്ലേ? വർക്കിംഗ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ അവന്റെ പേരാണ്. പക്ക ഒരു യൂറോപ്യൻ ഡോർമാനാണ്. ഇപ്പം പൊതുവെ യൂറോപ്യൻ ഡോർമാൻസ് കുറവാണ്. അപ്പം അങ്ങനടുത്ത് നമ്മുടെ എഡ്ജിന്റെ കുട്ടിയാണ്. ഇപ്പോൾ എത്ര മാസം പ്രായമുണ്ട്? ഇതിന് എത്ര മാസം പ്രായമുണ്ട്? ഇപ്പോൾ 5 മാസം. 5 മാസം പ്രായമുണ്ട്. ഓക്കെ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഓക്കെ. പിന്നെ അവളുടെ ഫാദർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എഡ്ജ് ക്ലബിലൊരു മെമ്പറാണ് ആള്. ഇന്ന് വന്നിട്ടില്ല. അൺബീറ്റബിളിന്റെ ആള്. ഓക്കെ. ഇപ്പൊ എഡ്ജ് അവിടെ നമ്മളെ ഹരിപ്പാട് വരെ ഡെന്റിനാലിന്റെ അടുത്ത് കിടപ്പുണ്ട്. ഫീമെയിൽ വരുന്നത് ഡാർക്ക് സ്കൈ. അത് ഇവിടുത്തെ ഡോക്ടറിന്റെ 2 യൂറോപ്യൻ ലൈനാണ്. 2 യൂറോപ്പിനാണ്, പ്യൂർ യൂറോപ്പിനാണ്. ഓക്കെ. പക്ക ഈ വർക്കിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്തത്. ഇതിനെ സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇവളുടെ 2 പേരും വർക്കിംഗ് ലൈൻ, രണ്ടിലും ആ വർക്കിംഗ് എബിലിറ്റി കണ്ടിട്ട്. ഓക്കെ. ഫാദറിന്റെ മദറിന്റെ ക്വാളിറ്റി പപ്പിയിൽ കാണാനുണ്ട്. വർക്കിങ്ങിലായാലും അല്ലെങ്കിൽ ലുക്കിലായാലും എല്ലാം കാണാനുണ്ട്. ഇപ്പൊ ഫേസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ സ്കൈയുടെ ഫേസും വർക്കിംഗും. ഡോർമാൻ തന്നെയാണ് ഫേവറേറ്റ്? എനിക്ക് 2 ഡോർമാനാണ്. അല്ല, ഫേവറേറ്റ് ബ്രീഡ് ഡോർമാൻ തന്നെയാണ്.
ചെറുതേരാണ്. ഓക്കെ. പ്രൊഫഷണൽ ഡ്രൈവർ അല്ല, പഠിച്ചിട്ടുണ്ടോ പ്രൊഫഷണലായിട്ട്? പുറത്തുനിന്ന് എടുക്കുന്നില്ല. അല്ല, പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടുണ്ടോ? സഞ്ജയൻ സാറിന്റെ അടുക്കുന്ന പഠിച്ചതാണ്. ട്രെയിനിങ് പഠിച്ചതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ വേറൊരു ജോബാണ് ഇപ്പൊ നിലവിൽ ചെയ്യുന്നത്, അതിന്റെ കൂടെ തന്നെ പാഷൻ ആയതുകൊണ്ട് ഇത് കൊണ്ടുപോകുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ബ്രോയുടെ പേരെങ്ങനായിരുന്നു? എന്റെ പേര് ശ്രീജിത്ത്. ശ്രീജിത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. ജാനറ്റ് ഒരു 3 മാസമൊക്കെ ഞങ്ങള് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ 11 മാസമായി. പഴയ ഇവിടെ വെച്ച് നോക്കുമ്പോ ഭയങ്കരമായിട്ടൊരു അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ വർക്ക് കണ്ടായിരുന്നു. നൈസ് ഡോഗാണ്. അപ്പോ ബ്രീഡർ ആരാണ് ഇവളുടെ? സഞ്ജയൻ സാറാണ്. സഞ്ജയ് സാർ തന്നെയാണ്. അവിടുന്ന് തന്നെ എടുത്താണ് അല്ലേ? ട്രെയിനിങ് പഠിക്കാൻ പോയിട്ട് അവിടെ തന്നെ എടുത്തതാണ്. ഓക്കെ ഓക്കെ. നൈസ് ഡോഗാണ്. ഇവിടെ ബേസിക് എല്ലാ സംഭവം നമ്മൾ ക്ലബിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. പ്രൊട്ടക്ഷൻ ആയാലും ഓക്കെ. ബേസിക് ഒക്കെ ട്രെയിൻഡ് ആണ് അല്ല? പക്ക ഇല്ല, നമ്മള് പ്രൊട്ടക്ഷൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അല്ല, ബേസിക് ട്രെയിൻഡ് ആണ് ഓൾറെഡി. അത്യാവശ്യം വേണ്ട ഇതൊക്കെ ഉണ്ട്. ഓക്കെ. ഹ്യൂമൻ ടെമ്പർമെന്റ് നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ബൈറ്റ് ചെയ്യും അല്ലെ? അതിൽ ബൈറ്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ. PSA ഒരു ലക്ഷ്യമാക്കി ചെയ്യണത് കാരണം വേണ്ട ഒരു ഫേവറേറ്റ് ഡോഗ് മാൽനോയ്സ് ആണോ? അതെ അതെ. ഞാൻ റോഡ് വീലറിനെ ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ നമ്മളൊരു PSA എന്നുള്ളൊരു വർക്കിംഗ് നോക്കുന്ന സമയത്ത് വർക്കിംഗ് കേപ്പബിലിറ്റിയും അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന റോഡ് വീലർ അറിയാം. അപ്പൊ നമുക്കത് പറ്റില്ല ഓക്കെ ചെയ്യാൻ. അപ്പൊ അത് കാരണം നമ്മളൊരു മാലിനെ വെച്ച് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇവളല്ലാണ്ട് ഒരു ഓടിന്നോണ്ട് ഡോഗ് കൂടി ഉണ്ട് മാലി തന്നെ. ഓക്കെ. അപ്പൊ അങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുന്നതാണ്. ആ ആ. ഓക്കെ. തിരുവാങ്കുളം എന്ന് പറയുമ്പോ 1 മന്ത് ആവുന്നേ ഉള്ളൂ. ഇപ്പൊ വർക്കിംഗ് ക്ലബ്ബ് തുടങ്ങിയിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. വർക്കിംഗ് ക്ലബ്ബ് തുടങ്ങിയിട്ട്. ഓക്കെ ഓക്കെ. പ്രൊഫഷണൽ ഡ്രൈവർ ആണോ? ട്രെയിനിങ് പഠിച്ച എവിടെയായിരുന്നു? സഞ്ജയ് സാർ അടുത്ത് തന്നെയാണ് പഠിച്ചത്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവന്റെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഓക്കെ. ADRK ലൈനാണ് അത്. നമ്മൾ പ്രത്യേകം മനുഷ്യൻ ഇപ്പോഴത്തെ റോഡ് വീലർ അല്ല, പഴയ റോഡ് വീലർ. അപ്പൊ അതിന്റെ ഒരു ഉശിരും കാര്യങ്ങളൊക്കെ അവനുണ്ട്. ഓക്കെ ഓക്കെ. ഇവനെ എവിടെ നിന്നാണ് എടുത്തത്? ഓക്കെ. ADRK മാത്രമാണോ ബ്രീഡ് ചെയ്യുന്നത്? ലൈൻസ് ആണോ ബ്രീഡ് ചെയ്യുന്നത്? ഓക്കെ. ഓൾഡ് ലൈൻസ് ആണ് കീപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ പേരെന്തായിരുന്നു? ധ്രുവ. ഓക്കെ ഓക്കെ. എത്ര വയസ്സുണ്ട്? 2 വയസ്സ് പ്രായമുണ്ട്. എങ്ങനെയുണ്ട് ആളുടെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, രക്ഷയില്ല. ആ റോട്ടിന്റെ ആ ഒരു ഊര് അവൻ കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. എത്ര മാസം പോലെ പ്രൊട്ടക്ഷൻ വർക്ക് ഇവന് ചെയ്യിക്കാൻ തുടങ്ങി? കൊടുക്കുവായിരുന്നു. ആ, പ്രൊഫഷണലായിട്ട് ഒന്നുകൂടെ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ ഓക്കെ. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ലൈൻസ് ADRK ലൈൻസ് ഇപ്പൊ പൊതുവെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആ, പക്ഷെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഫീമെയിൽസിനെ നമ്മൾ കൊടുക്കത്തുള്ളൂ അതോ? നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും. തീർച്ചയായിട്ടും.
മാർക്കറ്റിംഗ് കൊടുക്കാം.